ഇന്ന് മാളവികയുടെ കല്യാണം തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. ആദ്യം ഗുരുവായൂരിൽ വെച്ച് താലികെട്ട് നടന്നതിന് ശേഷമാണ് മാളവികയും നവനീതും കുടുംബസമേതം ഇപ്പോൾ തൃശ്ശൂരിലുള്ള ഓഡിറ്റോറിയത്തിലെത്തി ബാക്കി ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തുന്നത്. ഇവരുടെ വിവാഹത്തിന് നിരവധി താരങ്ങളും വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രധാനി തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രശസ്തനായ ശതകോടീശ്വരനായ യൂസഫ് അലി. യൂസഫ് അലി എത്തിയ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പ്രത്യേകമായി സജ്ജീകരണം ചെയ്ത അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് ഹെലികോപ്റ്ററിലാണ് എത്തിയത്. ഹെലികോപ്റ്റർ അവിടെ വന്ന് പറന്നിറങ്ങുന്നത് മുതൽ തന്നെ യൂസഫ് അലിയെ മാധ്യമങ്ങൾ പുണരുകയായിരുന്നു. യൂസഫ് അലി വന്നു, വധൂവരന്മാരെ കണ്ടു, അനുഗ്രഹിച്ചു, സമ്മാനം വാങ്ങി മടങ്ങുകയായിരുന്നു. അങ്ങനെയായിരുന്നു യൂസഫ് അലി അവിടെ എത്തിയത്. നല്ല തിരക്കിനിടയിലും ജയറാമിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് യൂസഫ് അലി അവിടേക്ക് എത്തിയത്. യൂസഫ് അലിയും ജയറാമും നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകളുടെ ഇത്രയും വലിയൊരു ദിവസം തനിക്ക് എത്താതിരിക്കാൻ ആകില്ല എന്നും, പക്ഷെ തിരക്കിനിടയിൽ ഇങ്ങനൊരു മാർഗ്ഗമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂസഫ് അലി എത്തിയത്. യൂസഫ് അലി എത്തിയതിന് പിന്നാലെ തന്നെ പ്രേക്ഷകരെല്ലാവരും യൂസഫ് അലിയെ കാണാനും കൂടി വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും താരനിബിഡവും ആളുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ഇപ്പോൾ മാളവികയുടെ വിവാഹമെന്ന് മനസ്സിലാക്കുന്നു. തൃശ്ശൂരിൽ മണ്ഡപത്തിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും വസ്ത്രം മാറി വരനെയും വരൻ്റെ വീട്ടുകാരെയും ക്ഷണിക്കാൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് തന്നെയാണ് നിരവധി താരങ്ങൾ എത്തുന്നത്. രാവിലെ ഗുരുവായൂർ താലി കെട്ടുന്ന സമയം അധികം താരങ്ങളൊന്നും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് അവിടെ പങ്കെടുത്തത്. അതിനുശേഷം എല്ലാ താരങ്ങളും തൃശ്ശൂരിലുള്ള മണ്ഡപത്തിലേക്കാണ് എത്തിയത്. ദിലീപ് കുടുംബസമേതം അവിടേക്കാണ് എത്തിയത്. എന്നാൽ നടൻ സുരേഷ് ഗോപി രാവിലെ തന്നെ ഇവരുടെ താലികെട്ട് കാണാൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പോയി വസ്ത്രം മാറ്റി വന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി ദിലീപിനോടൊപ്പം മണ്ഡപത്തിൽ നിൽക്കുന്നത്. ദിലീപ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിയിട്ടില്ല. അവിടുന്ന് നേരെ മണ്ഡപത്തിലാണ് എത്തിയത്. കുടുംബസമേതമാണ് ദിലീപും വന്നത്. മാമാട്ടിയും ഉണ്ടായിരുന്നു. അതും എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. അണിഞ്ഞൊരുങ്ങി മീനാക്ഷിയും എത്തിയിട്ടുണ്ട്. മീനാക്ഷിക്ക് സഹോദരി തുല്യയാണ് മാളവിക എന്ന് പറയാം. എപ്പോഴും മീനാക്ഷിയെ ചെന്നൈയിലുള്ളപ്പോൾ കറങ്ങാൻ കൊണ്ടുപോകുന്നതും മീനാക്ഷിയെ പഠിപ്പിക്കുന്നതുമൊക്കെ മാളവികയായിരുന്നു. മീനാക്ഷിയെ കറങ്ങാൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ദിലീപ് അങ്കിൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് മാളവിക ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വൈറലായിരുന്നു. ഇതിലൂടെയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദവും പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഇതിലൂടെ തന്നെ എല്ലാവരും മാളവികയുടെ വിശേഷങ്ങളും ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് മാളവികയും മീനാക്ഷിയും തമ്മിൽ നല്ല അടുപ്പമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായതും. ഇപ്പോഴിതാ MA യൂസഫ് അലി എത്തി അവിടെയുള്ള എല്ലാവരെയും കണ്ട് മടങ്ങി. വധൂവരന്മാർക്ക് അനുഗ്രഹം നൽകി പോയവരിൽ ഏറ്റവും വലിയ വരവറിയിച്ചത് യൂസഫ് അലി തന്നെയാണ്. നിരവധി ബിസിനസ് ആൾക്കാരെത്തിയിരിക്കുന്ന ആ വേദിയിൽ യൂസഫ് അലിയും ഉണ്ടായിരുന്നു. നിരവധി പരിചയക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കണ്ട് അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് യൂസഫ് അലി അവിടുന്ന് മടങ്ങിയത്. യൂസഫ് അലിയെ കണ്ട ഉടനെ തന്നെ സംസാരിക്കാൻ ഒരുപാട് പേരാണ് എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് തന്നെ അതിവേഗം അവിടുന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് പോലും അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലമാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. വധൂവരന്മാരെ കാണുകയും അവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തതിനു ശേഷം തന്നെയാണ് യൂസഫ് അലി മടങ്ങിയത്. എത്ര തിരക്കായാലും അത് മറന്നിട്ടില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും യൂസഫ് അലിയെ കണ്ട ഉടനെ പറയുകയും ചെയ്തു. യൂസഫ് അലി എന്ത് സമ്മാനമാണ് നൽകിയതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.